ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് ചോറും ഒരു മുട്ടയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കരിച്ചെടുക്കണ്ട കേട്ടോ. ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പാത്രത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ഇരിക്കുമ്പോൾ കട്ടിയായിട്ട് പോവും. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ചോറിലേക്ക് ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു മുട്ടയുടെ മണക്കൊന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ചോറും മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ വേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേനൊക്കെ നമ്മുടെ ഈ ഒരു പുഡിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റാണ് കേട്ടോ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തണുത്ത് വരുമ്പോൾ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ, ഇല്ലെങ്കിൽ ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഉള്ളത്, പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറും മുട്ടയൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നതല്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഈസി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.